സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നതിനാൽ കിഴക്കേക്കോട്ടയിൽ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവം നടക്കുന്ന ജനുവരി 4 മുതൽ 8 വരെ കിഴക്കേക്കോട്ട മുതൽ ഗണപതി ക്ഷേത്രം വരെ റോഡിന്റെ ഇരുവശങ്ങളിലും കെഎസ്ആർടിസിയുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഭാഗങ്ങളിൽ നിന്നുള്ള സർവീസുകൾ അട്ടക്കുളങ്ങര, വെട്ടിമുറിച്ചാക്കോട്ട, കോട്ടയ്ക്കകം പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തും. 2016 അവസാനമായി തിരുവനന്തപുരം കലോത്സവത്തിന് വേദിയായത്. 9 വർഷങ്ങൾക്ക് ശേഷം തലസ്ഥാനത്ത് വീണ്ടും കലോത്സവം എത്തുമ്പോൾ ആതിഥ്യമരുള തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും മന്ത്രി വ്യക്തമാക്കി. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനാണ് തലസ്ഥാന നഗരം വേദിയാകുന്നത്. കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു. കലോത്സവ വേദികളിൽ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്ന് മന്ത്രി അറിയിച്ചു. ഇതിനായി പോലീസ് അടക്കമുള്ള എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ യോഗം വിളിച്ചു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ കൃത്യമായ വാഹന നിയന്ത്രണം ഉണ്ടാവുമെന്ന് മന്ത്രി പറഞ്ഞു. പെൺകുട്ടികൾക്കായുള്ള താമസ സ്ഥലങ്ങളിൽ പിങ്ക് പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തും. തിരക്കിന്റെ പശ്ചാത്തലത്തിൽ പാർക്കിംഗ് സൗകര്യം മുൻകൂട്ടി പ്രസിദ്ധപ്പെടുത്തും. 1300 വോളണ്ടിയർമാരുടെ സേവനവും ഉണ്ടാകും. ഇവർക്ക് പോലീസ്, ആരോഗ്യവകുപ്പ്, ഗ്രീൻ പ്രോട്ടോകോൾ, വെൽഫെയർ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകുമെന്നും മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതേസമയം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയാനിരിക്കെ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ഇന്ന് തിരുവനന്തപുരത്തെ വേദിയിലെത്തും. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണിയിൽ നിന്ന് സ്വർണ്ണക്കപ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഏറ്റുവാങ്ങും. തുടർന്ന് തട്ടത്തുമല സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകും. പിന്നാലെ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ സ്വീകരണം നൽകും. തുടർന്ന് ട്രോഫിയുമായുള്ള ഘോഷയാത്ര തലസ്ഥാന നഗരിയിലെ വേദിയിൽ എത്തിച്ചേരും. മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. അതേസമയം പുത്തരിക്കണ്ടം മൈതാനിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കലോത്സവ കലവറയുടെ പാലുകാച്ചൽ ചടങ്ങ് നടന്നു. പടയിടം മോഹനൻ നമ്പൂതിരി തന്നെയാണ് ഇക്കുറിയും ഭക്ഷണമൊരുക്കുന്നത്. 63ാമത് കേരള സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്തവണ തിരുവനന്തപുരമാണ് സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 101, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് 110, സംസ്കൃതോത്സവത്തിൽ 19, അറബിക് കലോത്സവത്തിൽ 19 ഇനങ്ങളിലായി ആകെ 249 ഇനങ്ങളിലാണ് മത്സരം നടക്കുക. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി 5 ഗോത്ര നൃത്ത രൂപങ്ങൾ കൂടി ഈ വർഷത്തെ കലോത്സവത്തിന്റെ മത്സര ഇനങ്ങളാവും. മംഗലം കളി, പണിയ നൃത്തം, പളിയ നൃത്തം, മലപുലയാട്ടം, ഇരുള നൃത്തം എന്നിവയാണ് പുതുതായി ഉൾപ്പെടുത്തിയ തദ്ദേശീയ നൃത്ത രൂപങ്ങൾ. കലോത്സവത്തിന്റെ പ്രോഗ്രാം ഷെഡ്യൂൾ പ്രകാശനം ഡിസംബർ 20 നടന്നിരുന്നു. അടിയന്തര ചികിത്സ ലഭിക്കുന്നതിനായി ഡോക്ടർമാരുടെ സേവനവും ആംബുലൻസും എല്ലാ വേദികളിലും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വേദിയിലും കുടിവെള്ള വിതരണത്തിനായി സംവിധാനം ഉറപ്പാക്കിയിട്ടുണ്ട്. വേദികളിലും താമസ സ്ഥലങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഹരിതകർമ്മസേനയുടെ സേവനം ലഭ്യമാകും. ജനുവരി 8 വൈകിട്ട് 5 സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം നടക്കും. പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം ടോവിനോ തോമസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.